Hi students, welcome to today's chemistry class, Hydrocarbon part 2. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ആൽക്കൈൻസിന്റെ പ്രിപ്പറേഷൻ ആണ്. ഒന്നാമത്തെ പ്രിപ്പറേഷൻ മെത്തേഡ് wurtz റിയാക്ഷൻ. എന്താണെന്ന് നോക്കാം. wurtz റിയാക്ഷൻ ഇദ്ദേഹമാണ് ചാൾസ് wurtz. The wurtz reaction, named after Charles Adolph Wurtz, is a coupling reaction in organic chemistry, organometallic chemistry, and recently inorganic main group polymers, whereby two alkyl halides are reacted with the sodium metal in dry ether solution to form a higher alkane. The alkane നിർമ്മിക്കുവാന്നത് രണ്ട് ആൽക്കൈൽ ഹാലൈഡിനെ ഫ്യൂസ് ചെയ്തിട്ട് ആ ഫ്യൂസിങ് എങ്ങനെയാണ് നടക്കുന്നത്? ഇൻ പ്രസൻസ് ഓഫ് സോഡിയം മെറ്റൽ ഇൻ ഡ്രൈ ഈതർ. നമുക്ക് നോക്കാം. wurtz റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണിത്. ബോർഡ് എക്സാമിനൊക്കെ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് ആൽക്കൈൽ ഹാലൈഡ്, ഫോർ എക്സാമ്പിൾ മീഥൈൽ ബ്രോമൈഡ്. മീഥൈൽ ബ്രോമൈഡ് നമുക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടി, റിയാക്ഷൻ എളുപ്പം മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. CH3Br രണ്ട് സോഡിയം വേണം. ഈ രണ്ട് സോഡിയവും രണ്ട് ബ്രോമിനും കൂടെ കൂടി ചേർന്ന് 2 സോഡിയം ബ്രോമൈഡ് ആയിട്ട് അങ്ങ് മാറിപ്പോകും. നമുക്ക് വേണ്ട കിട്ടുവാണ് CH3 ഇതാണ് ഈഥെയ്ൻ കിട്ടി. രണ്ട് ഇവിടെ നമുക്ക് പേരൻ്റായിട്ട് ഒരു ആൽക്കൈൽ ഹാലൈഡ് ആയിരുന്നു, അവിടെ ഒരു കാർബൺ ആയിരുന്നു. രണ്ട് ആൽക്കൈൽ ഹാലൈഡ് കൂടിയപ്പോൾ അവിടെ നമുക്ക് കിട്ടുകയാണ് 2 കാർബണുള്ള ഈഥെയ്ൻ കിട്ടുകയാണ്. മീഥൈൽ ബ്രോമൈഡ്, 2 മീഥൈൽ ബ്രോമൈഡ് കൂടിച്ചേർന്ന് നമുക്ക് ഈഥെയ്ൻ ലഭിക്കുകയാണ്. നമുക്കിതിനെ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, സോഡിയം വേണം, ആൽക്കൈൽ ഹാലൈഡ് വേണം, ഡ്രൈ ഈതർ വേണം. നമുക്കൊരു ജനറലായിട്ട് എഴുതുവാണെങ്കിൽ RX, ആൽക്കൈൽ ഹാലൈഡിൻ്റെ ജനറൽ ഫോർമുല RX ആയിട്ട് എടുക്കുക. R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പ്. ഇവിടെ കണ്ട മീഥൈൽ ഗ്രൂപ്പ് പോലെ ഈഥൈലാകാം, പ്രൊപ്പൈലാകാം, അങ്ങനെ ഏത് ആൽക്കൈൽ ഗ്രൂപ്പ് RX. 2 RX വേണം, 2 സോഡിയം വേണം, 2 സോഡിയം ഹാലജനും കൂടെ കൂടി ചേർന്ന് 2 സോഡിയം X ആയി മാറി ഡ്രൈ ഈതറിൻ്റെ സാന്നിധ്യത്തിൽ അത് ആൽക്കൈൻ ആയി മാറുന്നു, ആൽക്കൈൻ. ഓക്കെ, നമുക്ക് അടുത്താണ് ഈഥൈൻ്റെ വേറെ പ്രിപ്പറേഷൻ മെത്തേഡ്. ഹാലൈഡ്സ് നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം. C3I മീഥൈൽ ഐഡൈഡ്, 2 മീഥൈൽ ഐഡൈഡ് 2 സോഡിയവുമായിട്ട് കൂടി ചേരുമ്പോൾ സോഡിയം ഐഡിനുമായിട്ട് സ്ഥലം വിടുന്നു. അന്നേരം എന്താണ് 2 സോഡിയം ഐഡൈഡായി മാറുന്നു. പ്ലസ് ബാക്കിയുള്ള 2 CH3 ഒരുമിച്ച് ചേർക്കുമ്പോൾ നമുക്ക് ഹയർ ആൽക്കൈൻ ലഭ്യമാകും. ഇതാണ് wurtz റിയാക്ഷൻ. wurtz റിയാക്ഷൻ്റെ ഓർത്തിരിക്കേണ്ട കാര്യം, 2 ആൽക്കൈൽ ഹാലൈഡ് കമ്പൈൻ ചെയ്ത് സോഡിയത്തിൻ്റെയും ഡ്രൈ ഈതറിൻ്റെയും സാന്നിധ്യത്തിലാണ് കോമ്പിനേഷൻ നടക്കുന്നത്. നമുക്ക് ഹയർ ആൽക്കൈൻ ലഭ്യമാകുന്നു. അതുപോലെ ആൽക്കൈൽ ഹാലൈഡ്സിൽ നിന്ന് നമുക്ക് നമ്മുടെ ആൽക്കൈന് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ക്ലോറോമീഥൈൻ CH3Cl, അതിന് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ സിങ്കിൻ്റെയും ആസിഡിൻ്റെ സാന്നിധ്യത്തിലാണ്. ആസിഡിനെ കാണിക്കാൻ H+. വാട്ട് ഈസ് ആസിഡ്? ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ് H+. ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ സിങ്കും ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ CH3Cl അങ്ങ് മാറിപ്പോയിട്ട് അവിടെ ഒരു ഹൈഡ്രജൻ അങ്ങ് വരുന്നു, മീഥൈൻ ആകുന്നു. എന്നിട്ട് ഇവിടെ ആൽക്കൈൻ നമുക്ക് ലഭ്യമാവുകയാണ്, പ്ലസ് HCl. ആൽക്കൈൽ ഹാലൈഡ് എക്സെപ്റ്റ് ഫ്ലൂറൈഡ് ഓൺ റിഡക്ഷൻ വിത്ത് സിങ്ക് ആൻഡ് ഡൈലൂട്ട് HCl. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആൽക്കൈനെ പ്രിപ്പയർ ചെയ്യണം. ഇപ്പം നമ്മൾ 2 മെത്തേഡ് പഠിച്ചു. ഒന്ന് wurtz റിയാക്ഷൻ, രണ്ടാമത്തെ മെത്തേഡാണ് ആൽക്കൈൽ ഹാലൈഡ്. എന്താണ് wurtz റിയാക്ഷനകത്ത് വ്യത്യാസം? wurtz റിയാക്ഷനകത്ത് ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഇവിടെ നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് പ്ലസ് സിങ്ക്, ആസിഡ്, H2. ഓക്കെ, അടുത്ത മെത്തേഡാണ് കാർബോക്സിലിക് ആസിഡിൽ നമുക്ക് ആൽക്കൈനെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. 2 ടൈപ്പാണുള്ളത്. ഡീകാർബോക്സിലേഷൻ റിയാക്ഷനുണ്ട്, കോൾബ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡും ഉണ്ട്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്. കാർബോക്സിലിക് ആസിഡിൽ നിന്ന് നമ്മുടെ ആൽക്കൈനെ പ്രിപ്പയർ ചെയ്യുന്ന വിധം 2 മെത്തേഡ്, ഡീകാർബോക്സിലേഷൻ ആൻഡ് കോൾബ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡ്. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് ഡീകാർബോക്സിലേഷൻ? കാർബോക്സിലിക് ഗ്രൂപ്പ് പോകുന്നു. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഓൺ ഹീറ്റിംഗ് വിത്ത് സോഡ ലൈം. സോഡ ലൈം എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും കാൽസ്യം ഓക്സൈഡിൻ്റെയും മിശ്രിതത്തിനെയാണ് സോഡ ലൈം എന്ന് പറയുന്നത്. ഗീവ്സ് ആൽക്കൈൻസ് containing 1 carbon atom less than the carboxylic acid. This process of elimination of carbon dioxide from a carboxylic acid is known as decarboxylation. Decarboxylation നടത്താൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇവിടെ സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഓൺ ഹീറ്റിംഗ് വിത്ത് സോഡ ലൈം. നമ്മളിപ്പോൾ ഒരു പുതിയ കാര്യം പഠിക്കുകയാണ്, സോഡ ലൈം.
സോഡ ലൈം എന്ന് പറഞ്ഞാൽ സോഡ, സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് കാൽസ്യം ഓക്സൈഡ്, ലൈം കാൽസ്യം ഓക്സൈഡ് gives alkane containing 1 carbon atom less than the carboxylic acid. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം ഓർക്കേണ്ട, പ്രൊഡക്റ്റിന് ഒരു കാർബൺ കുറവായിരിക്കും. ദിസ് പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫ്രം എ കാർബോക്സിലിക് ആസിഡ് ഈസ് നോൺ ആസ് ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ നമുക്ക് ഇവിടെ നോക്കാം. CH3COO -Na+, സോഡിയം എഥനോയേറ്റ്. ഇതിനകത്തോട് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡും കാൽസ്യം ഓക്സൈഡും, എന്താണ് നമ്മൾ സോഡ ലൈം അല്ലേ, സോഡ ലൈമിനെയാണ് സോഡിയം ഹൈഡ്രോക്സൈഡും കാൽസ്യം ഓക്സൈഡുമായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ സോഡിയം എഥനോയിഡിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് മാറിപ്പോകും. ആരുടെ കൂടെയാണ് പോകുന്നത്? സോഡിയത്തിൻ്റെ കൂടെ അങ്ങ് പോകും. Na2CO3 സോഡിയം കാർബണേറ്റ് ആയിട്ട് മാറും. ഇതാണ് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ സോഡിയം എഥനോയിറ്റ് എന്തായി മാറുന്നു? CH4 ആയി മാറുന്നു. CH4 ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 2 കാർബൺ ഉണ്ടായിരുന്നു ഈ പേരൻ്റ് ആയിട്ടുള്ള സോഡിയം എഥനോയിറ്റിനകത്ത്. പ്രൊഡക്റ്റിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ഒരു കാർബണേ ഉള്ളൂ. അന്നേരം ഡീകാർബോക്സിലേഷൻ നടക്കുമ്പോൾ കാർബൺ ആറ്റം ലെസ് കുറയുന്നു. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഓൺ ഹീറ്റിംഗ് വിത്ത് സോഡ ലൈം mixture of sodium hydroxide and calcium oxide gives alkynes containing 1 carbon atom less than the carboxylic acid. നമുക്ക് മീഥെയിൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം. മീഥെയിൻ സോഡിയം എഥനോയേറ്റ് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ മീഥെയിൻ, ഒരു കാർബണുള്ള മീഥെയിൻ. ദിസ് പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഫ്രം എ കാർബോക്സിലിക് ആസിഡ് ഇസ് നോൺ ആസ് ഡീകാർബോക്സിലേഷൻ. എലിമിനേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്. കോൾസ് രണ്ടാമത്തെ മെത്തേഡാണ് കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ്. കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് എന്താണ്? കോൾസ് ഇലക്ട്രോലിറ്റിക് മെത്തേഡ് an aqueous solution of sodium or potassium salt of carboxylic acid. ഇവിടെ എല്ലാം കാർബോക്സിലിക് ആസിഡാണ്. ഈ സോഡിയം ഓർ പൊട്ടാസ്യത്തിൻ്റെ കാർബോക്സിലിക് ആസിഡിൻ്റെ സൊല്യൂഷൻ അതിനെ കറണ്ട് കടത്തി വിടുക, അതിനാണ് ഇലക്ട്രോളിസിസ് ചെയ്യുക. ഓൺ ഇലക്ട്രോളിസിസ് ഗീവ്സ് എ ആൽക്കൈൻ കണ്ടെയ്നിങ് ഈവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് അറ്റ് ദ ആനോഡ്. ഇവിടെ പ്രൊഡക്റ്റിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും 2 കാർബൺ ആറ്റമുള്ള പ്രൊഡക്റ്റാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ആൻ aqueous solution of sodium or potassium salt of carboxylic acid on electrolysis gives alkane containing even number of carbon atoms at the anode. ഈ സെയിം നമ്പർ തന്നെ കാർബൺ ഉള്ള ആൽക്കൈൻ തന്നെ നമുക്ക് ആനോഡിൽ നമുക്ക് ലഭ്യമാകുന്നു. ഡീകാർബോക്സിലേഷൻ റിയാക്ഷനകത്ത് എന്തായിരുന്നു? ഒരു കാർബൺ ലെസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട്. ഇതിപ്പം 2 കാർബണും നമുക്കിവിടെ ലഭ്യമാവുകയാണ്. ദ റിയാക്ഷൻ ഈസ് സപ്ലൈ ടു ഫോളോ ദ പാത്ത്. നമുക്കിവിടെ കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ഇവിടുത്തെ റിയാക്ഷൻ. CH3COO -Na+, മൈനസും പ്ലസുമായി മാറുന്നു. അതായത് സോഡിയം അസറ്റേറ്റ് 2ആയിട്ട് വിഘടിക്കുകയാണ്, ആനയോണും കാറ്റയോണുമായിട്ട്. ആനയോൺ എന്ന് പറഞ്ഞാൽ CH3COO- അസറ്റേറ്റ്, കാറ്റയോൺ എന്ന് പറഞ്ഞാൽ Na+. ഇനി നമുക്കറിയാം ആനയോൺ പോകുന്നത് ആനോഡിലോട്ടാണ്. ആനോഡ് ആനയോൺ പോയി ആനോഡിൽ ചെന്ന് അത് എന്തായി മാറുന്നു? അസറ്റേറ്റ് ഫ്രീ റാഡിക്കലായി മാറുന്നു. അതുപോലെ മീഥൈൽ ഫ്രീ റാഡിക്കലായി മാറുന്നു. ഇനി ഈ മീഥൈൽ ഫ്രീ റാഡിക്കൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഈഥൈൻ ആകുന്നു. 2 ഫ്രീ റാഡിക്കൽ നമുക്ക് ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ ആനയോണും കാറ്റയോണും ഉണ്ടാകുന്നു. ആനയോണായ അസറ്റേറ്റ് അയോൺ ആനോഡിൽ ചെല്ലുന്നു. ആനോഡിൽ ചെന്നിട്ട് നമുക്ക് അവിടെ ചെന്ന് അത് അസറ്റേറ്റ് ഫ്രീ റാഡിക്കലായി മാറുന്നു. ഇനി ആ അസറ്റേറ്റ് ഫ്രീ റാഡിക്കൽ മീഥൈൽ ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്നു. മീഥൈൽ ഫ്രീ റാഡിക്കൽ കമ്പൈൻ ചെയ്ത് ഈവൻ നമ്പറുള്ള ആൽക്കൈനായി മാറുന്നു. അതാണ് ഈഥൈൻ. ഇനി കാഥോഡിൽ എന്താ സംഭവിക്കുന്നത്? കാഥോഡിൽ H2O ഇലക്ട്രോണിസി കാറ്റയോൺ ആയിട്ടുള്ള കാറ്റയോൺ ഏതാണ്? ഇവിടെ Na+ അല്ലേ? നമ്മൾ ഇതിനകത്ത് ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ H2O+ ഇലക്ട്രോണെ സ്വീകരിച്ച് OH- H ഫ്രീ റാഡിക്കൽ ഫ്രീ റാഡിക്കൽ എന്തായി മാറുന്നു? അത് H2 ഗ്യാസ് ആയി മാറുന്നു. അതാണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. ഇപ്പം നമ്മുടെ ആനോഡിലും കാഥോഡിലും റിയാക്ഷൻ നടക്കുകയാണ്. കാഥോഡിൽ ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്തു പോകുന്നു. ഇത് അക്വസ് സൊല്യൂഷൻ ആയതുകൊണ്ടാണ് നമുക്കിവിടെ ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് നമുക്കിവിടെ വരുന്നത്. ഇനി ആനോഡിനകത്ത് ഇവിടെ എന്താ സംഭവിച്ചത്? ആനോഡിൽ നമുക്ക് മീഥൈൽ ഫ്രീ റാഡിക്കൽ കിട്ടി. ആനോഡിൽ നമുക്ക് അത് മീഥൈൽ ഫ്രീ റാഡിക്കൽ 2 മീഥൈൽ ഫ്രീ റാഡിക്കൽ കൂടി ചേർന്ന് ഈഥൈനായി മാറുന്നു. ഓക്കെ, ഈഥൈൻ. ആനോഡിലും കാഥോഡിലും ഇലക്ട്രോളിസിസ് നടക്കുമ്പോൾ നമുക്ക് ആനോഡിൽ ആൽക്കൈൻ കിട്ടുന്നു, ഈവൻ നമ്പറുള്ള ആൽക്കൈൻ. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ,
മീഥേൻ cannot be prepared by this method. Why? മീഥേൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീഥേൻ്റെ ഫോർമുല എന്നാണ്? ഒരു കാർബൺ 4 ഹൈഡ്രജൻ CH4. Kolbes electrolytic method എന്ന് പറഞ്ഞാൽ an aqueous solution of sodium or potassium salt of a carboxylic acid on electrolysis gives alkane containing even number or carbon atom at the anode. ആനോഡിലാണ് നമുക്ക് നമ്മുടെ ആൽക്കൈനെ ലഭ്യമാകുന്നത്. ആൽക്കൈൻ അവിടെ ആനോഡിൽ ലഭ്യമാകുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇവൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം. കാരണം മീഥേൻ ഫ്രീ റാഡിക്കൽ, രണ്ട് ഫ്രീ റാഡിക്കൽ അവിടെ ഉണ്ടാകും. ഫ്രീ റാഡിക്കൽ കൂടി ചേരുമ്പോൾ എന്തായാലും എന്തുണ്ടാകുന്നു? ഇവൻ നമ്പർ ഓഫ് ആൽക്കൈൻ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് നമുക്ക് മീഥേൻ ഒരു കാർബണേ ഉള്ളതുകൊണ്ട് അത് അങ്ങനെ നമുക്ക് മീഥേൻ നമുക്ക് ലഭ്യമാകത്തില്ല കോൾബ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡിനകത്ത്. ഇത് ബോർഡ് എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ഓർത്തിരിക്കുക. കോൾബ്സ് ഇലക്ട്രോളിറ്റിക് മെത്തേഡിനകത്ത് ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ ആനോഡിനകത്ത് ആൽക്കൈൻ കിട്ടുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. The unsaturated hydrocarbon are converted into alkanes by catalytic hydrogenation. In this process, dihydrogen is passed through alkenes or alkanes. Unsaturated hydrocarbons are converted to alkane by catalytic hydrogenation. In this process, dihydrogen is passed through alkene or alkyne in presence of finely divided catalysts such as nickel, platinum, palladium. These metals absorb dihydrogen gas on their surface and activate the hydrogen bond. നമ്മളിവിടെ ആൽക്കൈൻസിനകത്തും ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്, ആൽക്കൈൻ ട്രിപ്പിൾ ബോണ്ടുള്ള ഇതിനകത്തോട്ട് നമ്മൾ ഹൈഡ്രജൻ കടത്തിവിട്ടാൽ നമുക്ക് ആൽക്കൈനാക്കി നിർമ്മിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ ഫ്രം അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടുമുള്ള ആൽക്കീനും ആൽക്കൈനും. അതിനെ കാറ്റലിസ്റ്റിക് ഹൈഡ്രജനേഷൻ വഴി നമുക്ക് നടത്താൻ സാധിക്കും. നമുക്കൊന്ന് നോക്കാം ഒരു എക്സാമ്പിൾ. ഈഥീൻ ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH2 അതിന് ഹൈഡ്രജൻ ആഡ് ചെയ്യാണ് പ്ലാറ്റിനോ അല്ലെങ്കിൽ പലേഡിയം അല്ലെങ്കിൽ നിക്കലിൻ്റെ സാന്നിധ്യത്തിൽ. കാറ്റലിസ്റ്റാണ്. നമുക്ക് ഡബിൾ ബോണ്ടിലോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോൾ അതെന്തായി മാറുന്നു? ഈഥെയിൻ. ഇതിനെയാണ് ഹൈഡ്രജനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. The hydrogenation reaction of unsaturated hydrocarbon using nickel at a temperature of 523 to 573 Kelvin is common ആണ് ഇതിനെയാണ് പറയുന്നത്. ഇതിനെ നമ്മൾ സാബിറ്റർ ആൻഡ് സെൻറ്റേഴ്സ് റിയാക്ഷൻ ഓർ റിഡക്ഷൻ നടത്തുക എന്ന് ഓർത്തിരുന്നാൽ മതി. Methane cannot be prepared by this method because starting alkene or alkane must contain at least 2 carbon atom. നമുക്ക് മീഥേൻ നിർമ്മിക്കാൻ സാധിക്കത്തില്ല. കാരണം ഹൈഡ്രജനേഷൻ വഴി, കാരണം നമുക്കറിയാം ആൽക്കീനകത്ത് 2 വേണം, 2 കാർബൺ. ഏറ്റവും സിമ്പിളായിട്ടുള്ള ആൽക്കീനാണ് 2 കാർബൺ ഉണ്ട്. ഇത് ഈഥീൻ 2 കാർബൺ. അതുപോലെ തന്നെ ആൽക്കൈനകത്തും 2 കാർബൺ ഉണ്ട്. അതുകൊണ്ട് മീഥേൻ cannot be prepared by this method because starting alkene or alkane must contain at least 2 carbon atom. ഹൈഡ്രജനേഷൻ ഇപ്പം നമ്മൾ പഠിച്ചത് ഹൈഡ്രജനേഷൻ ആണ്. ഡൈഹൈഡ്രജൻ ഗ്യാസ് ആഡ്സ് ടു ആൽക്കീൻ ആൻഡ് ആൽക്കൈൻസ് ഇൻ ദ പ്രസൻസ് ഓഫ് finely divided catalysts like platinum, palladium or nickel to form alkanes. This process is called hydrogenation. This metal adsorb dihydrogen gas on their surface and activate the hydrogen bond. Platinum and palladium catalysts the reaction at room temperature but relatively higher temperature and pressure are required with the nickel catalyst. ഇവിടെ കാണാം പ്രൊപ്പീൻ എന്തായി മാറുന്നു? പ്രൊപ്പൈൻ ആയി മാറുന്നു. പ്രൊപ്പീനെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അതിനകത്ത് ഹൈഡ്രജൻ ആഡ് ചെയ്ത് ചെയ്യുന്നു. പ്ലാറ്റിനം, പലേഡിയം, നിക്കലിൻ്റെ കാറ്റലിസ്റ്റിൻ്റെ സഹായത്തോടെ. ഇതിനെയാണ് ഹൈഡ്രജനേഷൻ. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സിൽ നിന്ന് സാച്ചുറേറ്റഡ് കോമ്പൗണ്ടായ ആൽക്കീൻ പ്രിപ്പയർ ചെയ്യുന്നു. എന്താണ് ആൽക്കൈൻസിൻ്റെ പ്രോപ്പർട്ടീസ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ആൽക്കൈൻസ് ഹാവ് ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ്. ദിസ് ഈസ് ഡ്യൂ ടു ദ വീക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വിച്ച് ക്യാൻ ബി ഓവർകം ബൈ എ സ്മോൾ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി. ആസ് ദ ആൽക്കൈൻ മോളിക്യൂൾ വീക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ അത് ബോയിൽ ചെയ്യുന്നു. ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ് വീക്ക് വാണ്ടർമോൾ ഫോഴ്സ് കാരണം. ആസ് ദ ആൽക്കൈൻ മോളിക്യൂൾ ബിക്കം ലാർജർ, increase in the number of carbon atoms in the molecule, the intermolecular force of attraction becomes stronger. More heat energy is needed to overcome the intermolecular force of attraction to separate the molecule and the melting point and the boiling point increases. Larger number of carbon atoms കൂടുമ്പോൾ. The melting and boiling point of alkynes are lower than those of almost any other type of compound of the same molecular weight. നമ്മൾ ആൽക്കഹോൾ, ആൽഡിഹൈഡ് അങ്ങനെയുള്ളതിനോട് കമ്പയർ ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കൈൻസ് ആർ ലോവർ. ഇൻ ജനറൽ ബോത്ത് ബോയിലിംഗ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ്സ് ഓഫ് ആൽക്കൈൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് മോളിക്കുലർ വെയിറ്റ്. മീഥേനേക്കാളും കൂടുതലായിരിക്കും ഈഥേനേക്കാളും കൂടുതലായിരിക്കും പ്രൊപ്പൈന്. അങ്ങനെ കാർബൺ ചെയിൻ കൂടുന്നതനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടി വരുന്നു. ഇനി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം ഐസോമേഴ്സ് ഒക്കെ അല്ലേ,
ഇവിടെ പെൻറ്റൈൻ്റെ ഐസോമറാണ് 36°C. ഐസോപെൻറ്റൈൻ ഇത് തന്നെയാണ്, 5 കാർബണാണ്, 5 കാർബണുള്ള ഇതിൻ്റെ ഐസോമറാണ്. സ്ട്രക്ചറിൽ മാത്രം വ്യത്യാസം. ഐസോപെൻറ്റൈൻ ബോയിലിംഗ് പോയിന്റ് 28 ആയി മാറി. ഇനി അടുത്ത സ്ട്രക്ചറൽ ഐസോമറായ പെൻറ്റൈനാണ് നിയോപെൻറ്റൈൻ്റെ ബോയിലിംഗ് പോയിന്റ് 9 ആയി. എന്താണ് വ്യത്യാസം ഇവിടെ? ഇവിടെ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞു വരുന്നു. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു കൺക്ലൂഷൻ പറയാൻ സാധിക്കും. ഇതിൻ്റെ ബ്രാഞ്ചിങ് കൂടുന്നതനുസരിച്ച് ആൽക്കൈൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞു വരുന്നു. കാരണം എന്തായിരിക്കും? ഈ ബ്രാഞ്ചിങ് കൂടുമ്പോൾ ഇവിടുത്തെ വാണ്ടർവാൾ ഫോഴ്സ് നമുക്കിവിടെ അല്ലെങ്കിൽ സർഫസ് ഏരിയയുടെ ഇതിൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ കുറഞ്ഞു വരുന്നു, അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞു വരുന്നു എന്നുള്ള കാര്യം പറയാൻ പറ്റും. ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയുന്നു. ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ബ്രാഞ്ചസ്. ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ബ്രാഞ്ചസ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാണ്ടർവാൾ ഫോഴ്സ് ആൻഡ് സർഫസ് ഏരിയ വെച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. സർഫസ് ഏരിയ വെച്ച് കുറയുന്നതുകൊണ്ടാണ് അതിൻ്റെ വാണ്ടർവാൾ ഫോഴ്സ് കുറയുന്നതുകൊണ്ട് അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ കുറഞ്ഞു വരുന്നു. ഇനി നമുക്ക് ആൽക്കൈൻസിനകത്ത് ആൽക്കൈൻസ് ഹോമോലോഗസ് സീരീസ് ആണ്. എങ്ങനെയാണ്? മീഥൈൻ, ഈഥൈൻ, പ്രൊപ്പൈൻ നമ്മൾ 10 വരെ പഠിച്ചിട്ടുണ്ടല്ലേ. The first 4 alkanes are all gases at room temperature. Compound from C5 to C17 are oily liquid. അതുപോലെ കോമ്പൗണ്ട് ഗ്രേറ്റർ ദാൻ C17 ആർ സോളിഡ്. നമ്മുടെ ആദ്യത്തെ ആൽക്കൈൻസിന് ആദ്യത്തെ മെമ്പേഴ്സ് ഗ്യാസ് ആയിരിക്കും, കുറച്ച് കഴിയുമ്പോൾ ലിക്വിഡ് ആവുന്നു, പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് താഴോട്ട് മോളിക്കുലർ വെയിറ്റ് കൂടുന്നതനുസരിച്ച് അത് സോളിഡ് ആകുന്നു. ആസ് എ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻക്രീസസ് ദ മോളിക്യൂൾ ബിക്കം ലാർജർ ആൻഡ് ഹെവിയർ. This also means that their melting point and boiling point increases. Liquid alkanes are insoluble in water, are less dense than water. Alkanes are soluble in non-polar solvents. അതായത് നമ്മുടെ വെള്ളത്തിനകത്ത് ഇട്ടിട്ടാൽ ഇത് ഇൻസോലുബിൾ ആയിട്ട് പൊങ്ങിയിരിക്കുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ മീഥൈൻ ഏറ്റവും ആദ്യത്തെയാണ് മീഥൈൻ. മോളിക്കുലർ മാസ് 16, ബോയിലിംഗ് പോയിന്റ് 111, 90.5 മെൽറ്റിംഗ് പോയിന്റ്. ഈഥൈൻ ആയപ്പോൾ എന്താ? മോളിക്കുലർ വെയിറ്റ് കൂടി, ബോയിലിംഗ് പോയിന്റ് കൂടി വരുന്നു അല്ലേ. പ്രൊപ്പൈൻ വെയിറ്റ് മോളിക്കുലർ ബോയിലിംഗ് പോയിന്റ് കൂടി വരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. Alkanes are almost non-polar molecule because of the covalent nature of carbon-carbon and carbon-hydrogen bond. And due to very little difference in electronegativity between carbon and hydrogen atoms, they possess weak van der Waals force. Hydrocarbon എന്താണ്? ആൽക്കൈൻസിന് വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. ഡ്യൂ ടു ദ വീക്ക് ഫോഴ്സസ് the first 4 members C1 to C4 are gases, C5 to C17 are liquids, and those containing 18 carbon atoms more than solid. What do you think about solubility of alkanes in water based upon non-polar nature of alkane? Petrol is a mixture of hydrocarbon and it is used for fuel. നമുക്കെല്ലാം ചിരപരിചിതമാണ് പെട്രോൾ അല്ലേ. അതൊരു ഹൈഡ്രോകാർബൺ ആണ് പെട്രോൾ. ഇവിടെ സോളിബിലിറ്റി പറയുകയാണെങ്കിൽ like dissolves like alkanes are not soluble in water. They are unable to form hydrogen bond with water. നമുക്കറിയാം ഈ പെട്രോളൊക്കെ വെള്ളത്തിൽ വീണാൽ എന്താ സംഭവിക്കുന്നത്? പൊങ്ങിക്കിടക്കും അല്ലേ. ആൽക്കൈൻസ് ആർ സോലുബിൾ ഇൻ ഈച്ച് അതർ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സോലുബിൾ ആകുന്നു. ആൽക്കൈൻസ് ആർ ഓൾസോ സോലുബിൾ ഇൻ അതർ നോൺ പോളാർ ഓർഗാനിക് കോമ്പൗണ്ട്സ് സച്ച് ആസ് ടോളുവിൻ, ഡൈ, ഇതിനകത്തൊക്കെ ആൽക്കൈൻസ് ലയിച്ചു ചേരുന്നു. നമുക്കിവിടെ കാണാം, ഇവിടെ ഒരു ഹൈഡ്രോകാർബൺ ആണ്. ഹൈഡ്രോകാർബൺ എടുത്ത് വെള്ളത്തിനകത്തോട്ട് ഇട്ടു. എന്താ സംഭവിക്കുന്നത്? വെള്ളത്തിനകത്ത് ഇട്ടപ്പോൾ ആ വെള്ളത്തിന് മുകളിലായിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നു. All liquid and solid alkanes are less dense than water. Because they are insoluble in water. They float on water. ഇനി ആൽക്കൈൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പരിശോധിച്ചാൽ ആൽക്കൈൻസ് ആർ ജനറലി അൺറിയാക്റ്റീവ്. നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് റെയർ ഗ്യാസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ ആൽക്കൈൻസ് സാധാരണ രീതിയിൽ അൺറിയാക്റ്റീവ് ആണ്, നോബിൾ ആയിട്ടിരിക്കുകയാണ്. This is because alkyne molecule contain single carbon-carbon covalent bond and single carbon-hydrogen covalent bond which are strong and require a lot of energy to break. ഇവിടെ സിംഗിൾ ബോണ്ട് ആണ്. ഈ സിംഗിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രം ഇതിന് റിയാക്ഷനിൽ ഏർപ്പെടാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ബ്രേക്ക് ചെയ്യാൻ എനർജി വളരെ കൂടുതലായതുകൊണ്ട് ഇവിടെ സാധാരണ രീതിയിൽ ഇത് അൺറിയാക്റ്റീവായിട്ട് നിൽക്കുന്നു. എങ്കിലും നമ്മുടെ ആൽക്കൈൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് വിധേയമാകുന്നുണ്ട്. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? ആൽക്കൈനകത്ത് കാർബണും ഹൈഡ്രജനും കൂടി അടങ്ങിയിരിക്കുന്നതാണ് ഹൈഡ്രോകാർബൺ അല്ലെങ്കിൽ ആൽക്കൈൻ. ആ ആൽക്കൈനകത്ത് ഹൈഡ്രജനെ അങ്ങ് മാറ്റിയിട്ട് പകരമായിട്ട് ഒരു ക്ലോറിൻ ഇപ്പം വരിക, ഹാലജൻ ഏതെങ്കിലും വരിക,
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൈഡ്രോകാർബൺ അതിൻ്റെ ഒരു ഹൈഡ്രജനെ കളഞ്ഞിട്ട് ഹാലജനെ അങ്ങോട്ട് കയറ്റി ചേർക്കും. എന്നിട്ട് ആ ഹൈഡ്രജനെ പറഞ്ഞു വിടും. അതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരാൾക്ക് പകരമായിട്ട് വേറൊരാൾ വരുന്നു. One or more hydrogen atoms of alkanes can be replaced by halogens. Nitro group and sulphonic acid group പലതരത്തിലുള്ള ഗ്രൂപ്പ് വരുമ്പോൾ ഹാലജനേഷൻ ടേക്ക് പ്ലേസ് either at higher temperature. ഹാലജനേഷൻ നടക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഹയർ ടെമ്പറേച്ചറായ 573 തൊട്ട് 773 കെൽവിൻ വരെ വരുമ്പോൾ അത് സാധിക്കുകയുള്ളൂ. ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് ഡിഫ്യൂസ് സൺലൈറ്റ് ഓർ അൾട്രാവയലറ്റ് ലൈറ്റ്. ക്രൈറ്റീരിയ സൺലൈറ്റ് വേണം, അല്ലെങ്കിൽ അൾട്രാവയലറ്റ്, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ. ലോവർ ആൽക്കൈൻസ് ഡു നോട്ട് അണ്ടർഗോ നൈട്രേഷൻ ആൻഡ് സൾഫോണേഷൻ. നമുക്കൊന്ന് നോക്കാം എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം മീതെയിൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ അത് അതിൻ്റെ ഹൈഡ്രജൻ മാറിയിട്ട് CH3Cl + HCl ആയി മാറി. ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. മീതെയിനകത്ത് ഹൈഡ്രജനെ മാറിയിട്ട് ക്ലോറിൻ CH3Cl ആയി മാറുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ് ഓർ അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൽക്കൈൻ റിയാക്ട് വിത്ത് ഹാലജൻ ടു ഫോം ആൽക്കൈൽ ഹാലൈഡ്. നമുക്കിവിടെ കാണാം റിയാക്ഷൻ വിത്ത് ക്ലോറിൻ ഗീവ്സ് ആൻ ആൽക്കൈൽ ക്ലോറൈഡ്. ആൽക്കൈൽ ഓൺലി റിയാക്ട് വിത്ത് ക്ലോറിൻ when a mixture of the two is exposed to sunlight or ultraviolet light. നല്ല കണ്ടീഷൻ, നല്ല എനർജി വേണം. എനർജി ഉണ്ടെങ്കിൽ മാത്രം ഇത് റിയാക്ട് ചെയ്യത്തുള്ളൂ. The light provides the energy required to break the very strong bond. ഈ ലൈറ്റാണ് എനർജി കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ക്ലോറിൻ മോളിക്യൂൾ ClCl അൾട്രാവയലറ്റ് ഇതിനകത്താകുമ്പോൾ ലൈറ്റിനകത്തോട് പതിക്കുമ്പോൾ ക്ലോറിൻ മോളിക്യൂൾ ക്ലോറിൻ ആറ്റമായിട്ട് വിഘടിക്കുന്നു. റിയാക്ഷൻ ഈസ് ഇനീഷ്യേറ്റഡ് ബൈ അൾട്രാവയലറ്റ് which provides the energy to break the covalent bond in the chlorine molecule to produce chlorine atom. Reaction തുടങ്ങുകയാണ്. A substitution reaction is one in which an atom or group of atom replace other atom in a molecule. ഇപ്പം നമ്മൾ ഈ മീതെയിനകത്ത് ഹൈഡ്രജനെ മാറ്റിയിട്ട് ക്ലോറിൻ വന്ന് ക്ലോറോമീതെയിൻ + HCl. It is usually a slow reaction that is difficult to control and a mixture of product is usually obtained. Substitution reaction. ഇനിയും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അങ്ങ് നിൽക്കുന്നില്ല. ഉള്ള മീതെയിനകത്തെ എല്ലാ ഹൈഡ്രജനും അങ്ങ് മാറ്റുക. ഇപ്പം CH3Cl ഉണ്ടായി, അതിനെ പിന്നെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ 3 ഹൈഡ്രജനകത്ത് ഒരു ഹൈഡ്രജനെ അങ്ങ് മാറ്റി CH2Cl2 ആകുന്നു. ഇനി ഈ CH2Cl2 പിന്നെയും ക്ലോറിൻ കയറ്റി വിടുമ്പോൾ CH3Cl3 ആകുന്നു. ഇതാണ് ക്ലോറോഫോം. ഈ ക്ലോറോഫോമിനകത്തോട്ട് പിന്നെയും ക്ലോറിനെ ഇനിയും ആഡ് ചെയ്യുവാണെങ്കിൽ അത് എന്തായി മാറുന്നു? 4 ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ CCl4 കാർബൺ ടെട്രാക്ലോറൈഡ് ആയിട്ട് മാറുന്നു. More hydrogen atom can be replaced with chlorine atom to produce a mixture of 4 organic compound. ഇപ്പം നമ്മളിവിടെ ഉണ്ടായിരിക്കുന്നത് CH4 എന്ന് പറഞ്ഞ മീഥെയിൻ CCl4 ആയി മാറി കണ്ടിന്യൂസ് ക്ലോറിനേഷൻ വഴി. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇനി ഈ ക്ലോറിനേഷൻ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമുക്കിവിടെ മെക്കാനിസം ഉണ്ട്. മെക്കാനിസം 3 സ്റ്റെപ്പ് വെച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഒന്ന് ഇനീഷ്യേഷൻ. ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞാൽ ഈ ക്ലോറിൻ അതിനകത്ത് ലൈറ്റ് വന്ന് പതിച്ചപ്പോൾ അത് ക്ലോറിൻ ഫ്രീ റാഡിക്കലായി മാറി. ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഈ ക്ലോറിൻ 2 ക്ലോറിൻ ഫ്രീ റാഡിക്കലായി മാറി. അതാണ് ഇനീഷ്യേഷൻ, തുടക്കം കിട്ടും. പ്രൊപ്പഗേഷൻ എന്താണെന്ന് വെച്ചാൽ പ്രൊപ്പഗേഷൻ ഈ ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഹൈലി അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് നേരെ ചെന്ന് CH4 ചെന്ന് ഒറ്റ ഇടിക്കുമ്പോൾ ഈ CH4 ഹൈഡ്രജൻ Cl ഫ്രീ റാഡിക്കലിലൂടെ വന്ന് HCl ആയി മാറുന്നു. ഇത് CH3 ഫ്രീ റാഡിക്കലായി മാറി. ഈ CH3 ഫ്രീ റാഡിക്കൽ പിന്നെയും അവർ തമ്മിൽ എന്ത് നടക്കുന്നു? അവിടെ കൊളീഷൻ നടക്കുന്നു. അന്നേരം CH3 + Cl2 CH3 ഫ്രീ റാഡിക്കൽ Cl2വുമായിട്ട് ചെന്ന് കൊളീഷൻ നടക്കുമ്പോൾ CH3Cl + Cl ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്നു. അതായത് Cl ഫ്രീ റാഡിക്കൽ പിന്നെയും ഉണ്ടാകുന്നു. Cl ഫ്രീ റാഡിക്കൽ CH4 ചെന്ന് ഇടിക്കുന്നു. അങ്ങനെ അവിടെ പലതരത്തിലുള്ള CH3Cl അങ്ങനെ ആൽക്കൈൽ ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഇതാണ് പ്രൊപ്പഗേഷൻ. ആദ്യം തുടക്കം വിട്ട് കഴിഞ്ഞാൽ അത് പടർന്നു പിടിക്കുന്നു. പ്രൊപ്പഗേഷൻ നടക്കുകയാണ്. പ്രൊപ്പഗേഷൻ നടന്ന് ഇനി മതി എന്നുള്ള സ്റ്റെപ്പാണ് ടെർമിനേഷൻ. നിർത്താൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ ഫ്രീ റാഡിക്കൽ ഇവിടുത്തെ കുഴപ്പക്കാരൻ, ആ ഫ്രീ റാഡിക്കലോട് പറയും ഇനി മതി, നീ ഇനി കൂടുതൽ ചെന്ന് ആരെയും പിടിക്കേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 2Cl ഫ്രീ റാഡിക്കൽ കമ്പൈൻ ചെയ്ത് Cl2 മോളിക്യൂളായി മാറുന്നു. അതുപോലെ Cl ഫ്രീ റാഡിക്കൽ + CH3 ഫ്രീ റാഡിക്കൽ ഗീവ്സ് CH3Cl കോമ്പൗണ്ട് ആയി മാറുന്നു. പിന്നെയും CH3 ഫ്രീ റാഡിക്കൽ ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് CH3 ആയി മാറുന്നു. ഇതാണ് ടെർമിനേഷൻ. മെക്കാനിസം ഓഫ് ക്ലോറിനേഷൻ ഇതിന് 3 സ്റ്റെപ്പാണ്: ഇനീഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ. ഇനീഷ്യേഷൻ തുടക്കം ഇടുക, പ്രൊപ്പഗേഷൻ വ്യാപിക്കുക, ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാതാവുക, മതി എന്നുള്ളതാകുന്നത്. ഇതിൻ്റെ ആൽക്കൈൻസിൻ്റെ കമ്പഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കൈൻ ഓക്സിജനുമായിട്ട് കൂടിച്ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് + വാട്ടറാണ്. ഇത് ഹൈലി എക്സോതെർമിക് ആയിട്ടുള്ള റിയാക്ഷനാണ്.
ഇതിൻ്റെ ടെമ്പറേച്ചർ CH4 plus 2O2 gives carbon dioxide plus H2O. Delta H minus 890 joule per mole ആണ്. The reaction is highly exothermic. എന്താ exothermic? പുറത്തേക്ക് ഹീറ്റ് ലിബറേറ്റ് അല്ലെ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഇസ് റിലീസ്. ദിസ് ഇസ് വൈ ആൽക്കൈൻ മേക്ക് ഗുഡ് ഫ്യൂവൽ. അതുകൊണ്ടാണ് ആൽക്കൈൻസ് എല്ലാം നല്ല ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, LPG ഗ്യാസ്, ഇതെല്ലാം എന്താണ്? നമ്മുടെ ആൽക്കൈൻസ് അല്ലെങ്കിൽ ഹൈഡ്രോകാർബൺ ആണ് അല്ലേ? അന്നേരം ഇത് ദിസ് ഇസ് വൈ ആൽക്കൈൻ മേക്ക് ഗുഡ് ഫ്യൂവൽസ്. ഹൈലി എക്സോതെർമിക് ആയിട്ടാണ് ഇത് കത്തുന്നത്. Due to the evolution of large amount of heat during combustion, alkynes are used as fuels. During incomplete combustion of alkynes with the insufficient amount of air or dioxygen, carbon black is formed. Complete ആയിട്ട് കത്തിയില്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് കമ്പഷൻ നടക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് കാർബൺ ബ്ലാക്ക് ഇസ് ഫോംഡ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഇങ്ക്, പ്രിന്റർ ഇങ്ക്, മഷിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ബ്ലാക്ക് പിഗ്മെന്റ്സ് ആൻഡ് ആസ് ഫിൽറ്റേഴ്സ്. ഇൻകംപ്ലീറ്റ് കമ്പഷൻ വഴി CH4 നമുക്ക് കിട്ടുന്നത് കാർബൺ സോളിഡ്, കാർബൺ ബ്ലാക്ക് എന്നൊക്കെ പറയും, പ്ലസ് 2H2O ലിക്വിഡ്. നമ്മൾ രണ്ട് തരത്തിലുള്ള കമ്പഷൻ ഉണ്ട്, കംപ്ലീറ്റ് കമ്പഷനും പാർഷ്യൽ കമ്പഷനും. ഇനി അടുത്താണ് കൺട്രോൾഡ് ഓക്സിഡേഷൻ. ആൽക്കൈൻ്റെ കൺട്രോൾഡ് ഓക്സിഡേഷൻ. ആൽക്കൈൻസ് ഓൺ ഹീറ്റിംഗ് വിത്ത് എ റെഗുലേറ്റഡ് സപ്ലൈ ഓഫ് ഡയോക്സിജൻ or air at a higher pressure and in the presence of suitable catalyst give a variety of oxidation product. നമുക്ക് ഇവിടെ കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഇവിടെ മീഥൈനെ ഓക്സിഡേഷൻ നടത്തുമ്പോൾ മെത്തനോൾ കിട്ടുന്നു. മെത്തനോൾ ഓക്സിഡേഷനാണ്. അതുപോലെ മീഥൈനെ മോളിബ്ഡിനം ഓക്സൈഡിൻ്റെ സാന്നിധ്യത്തിൽ ഓക്സിഡേഷൻ നടത്തുവാണെങ്കിൽ മെത്തനാൾ എന്ന് പറഞ്ഞാൽ ആൾഡിഹൈഡ് ആണ്. ആൾഡിഹൈഡ്, ഫോർമാൾഡിഹൈഡ് എന്ന് പറയും. മെത്തനാൾ കിട്ടുന്നു. ഇപ്പം നമുക്ക് രണ്ട് തരത്തിലുള്ള പ്രൊഡക്റ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. ആൽക്കഹോൾ പ്രൊഡക്റ്റും കിട്ടുന്നുണ്ട്, ആൾഡിഹൈഡും കിട്ടുന്നുണ്ട്. ആൽക്കൈൻസ് ഓൺ ഹീറ്റിംഗ് വിത്ത് റെഗുലേറ്റഡ് സപ്ലൈ ഓഫ് ഡയോക്സിജൻ അറ്റ് ഹൈ പ്രഷർ ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റിന്റെ വ്യത്യാസം അനുസരിച്ച് നമുക്ക് വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ പ്രൊഡക്റ്റ് ലഭ്യമാകുന്നു. അതുപോലെ ഇവിടെ ആൽക്കൈന് ഓക്സിഡേഷൻ നടത്തുകയാണ്, എന്നിട്ട് നമുക്ക് എത്തനോയിക് ആസിഡ് കിട്ടുന്നു. അതുപോലെ തന്നെ 2-methyl പ്രൊപ്പൈന് നമുക്ക് 2-methyl പ്രൊപ്പൈൻ 2-ol ആക്കാൻ സാധിക്കുന്നു. പലതരത്തിലുള്ള പ്രൊഡക്റ്റുകളാണ് ഇവിടെ കിട്ടുന്നത്. Ordinary alkyne resist oxidation, but alkyne having tertiary hydrogen atom can be oxidized to corresponding alcohol by potassium permanganate. നമ്മളിവിടെ ഓക്സിഡേഷന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം പെർമാനേറ്റ് ആണ്. ഇവിടെ 2-methyl പ്രൊപ്പൈന് എന്താണ് പ്രത്യേകതയുള്ളത്? ഓർഡിനറി ആൽക്കൈൻസ് റെസിസ്റ്റ് ഓക്സിഡേഷൻ, ബട്ട് ആൽക്കൈൻ ഹാവിംഗ് tertiary hydrogen atom, ഇവിടെ tertiary hydrogen atom ഉണ്ട്, ക്യാൻ ബി ഓക്സിഡൈസ് ടു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോളാക്കി മാറ്റാൻ സാധിക്കും. tertiary hydrogen atom എന്നുള്ളത് ഓർത്തിരിക്കുക. നമുക്കിവിടെ ആൽക്കൈനെ പലതരത്തിലുള്ള ഓക്സിഡേഷൻ വിധേയമാക്കിയപ്പോൾ ആൽക്കഹോൾ, ആൾഡിഹൈഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നു. അടുത്താണ് ഐസോമറൈസേഷൻ. നോർമൽ ആൽക്കൈൻ ഓൺ ഹീറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിൻ്റെ സാന്നിധ്യത്തിൽ ഇതിനെ നമ്മൾ ആൽക്കൈന് ചൂടാക്കുമ്പോൾ ഐസോമറൈസ് ടു ഗീവ് ബ്രാഞ്ചഡ് ചെയിൻ ആൽക്കൈൻസ്, ബ്രാഞ്ചഡ് ചെയിൻ ആയിട്ടുള്ള ആൽക്കൈൻസ് ആയി മാറുന്നു. നോർമൽ ഹെക്സൈൻ നമുക്ക് നോർമൽ മീഥൈൽ പെൻറ്റൈനും 3-methyl പെൻറ്റൈനുമായിട്ട് മാറുന്നു. നോർമൽ ആൽക്കൈൻ ഓൺ ഹീറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഐസോമറൈസസ് ടു ബ്രാഞ്ചഡ് ചെയിൻ ആൽക്കൈൻസ്. മേജർ പ്രൊഡക്റ്റ് ആർ നമ്മുടെ 2-methyl പെൻറ്റൈൻ, 3-methyl പെൻറ്റൈൻ. സം മൈനർ പ്രൊഡക്റ്റ് ആർ ഓൾസോ പോസിബിൾ. ഓക്കെ, അതാണ് ഐസോമറൈസേഷൻ. ഇനി അരോമാറ്റൈസേഷൻ. എന്താണ് അരോമാറ്റൈസേഷൻ? നോർമൽ ആൽക്കൈൻ ഹാവിംഗ് 6 or more carbon atoms on heating to 773 Kelvin at 10 to 20 atmosphere. ഇവിടെ പർട്ടിക്കുലർ ആയിട്ട് കണ്ടീഷൻ ടെമ്പറേച്ചർ 773 കെൽവിൻ ആയിരിക്കണം, പ്രഷർ 10 to 20 atmosphere ആയിരിക്കണം. പ്രഷർ ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സൈഡ്സ് ഓഫ് വനേഡിയം, molybdenum or chromium supported over alumina get dehydrogenated and cyclized to benzene and its homologous. This reaction is known as aromatization or reforming. Normal alkyne and having 6 or more carbon atom on heating to give നമുക്കിവിടെ cyclized benzene and its homologous ഇത് കിട്ടുന്നു. This reaction is known as aromatization. എന്നാൽ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം 6 or more carbon atom ഉള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ നല്ല ഇത് ചൂടാക്കുന്നതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും ഉണ്ട്. അതിൽ ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സൈക്ലൈസ്ഡ് പ്രോം എന്ന് പറയുന്നത് ഒരിടത്ത് തുടങ്ങി അവിടെ തന്നെ അവസാനിച്ചല്ലേ, സൈക്ലിക് ആയിട്ടുള്ള റിംഗ് ആണ് ബെൻസീൻ റിംഗ്. ആ ബെൻസീൻ റിംഗ് ലഭ്യമാകുന്നു.
ഇതിനെയാണ് അരോമാറ്റൈസേഷൻ. അരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നു നോർമൽ ആൽക്കൈനെ ചൂടാക്കുമ്പോൾ. അരോമാറ്റൈസേഷൻ, അരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നു. അടുത്തൊരു ടേമാണ് ക്രാക്കിംഗ്. എന്താണ് ക്രാക്കിംഗ്? Cracking happens when alkanes are heated in the absence of air. The product of the cracking of long chain hydrocarbons are shorter chain molecules. Ethane is cracked industrially to produce ethene. Cracking എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് എയറിൽ വെച്ച് ആൽക്കൈനെ ചൂടാക്കുന്നു. ഇവിടെ ആൽക്കൈൻ ചൂടാക്കുമ്പോൾ എന്താ കിട്ടുന്നത്? C6H40 773 കെൽവിനിൽ ചൂടാക്കുമ്പോൾ C6H12 ആകുന്നു, C4H8 ആകുന്നു, C3H6, C2H4, അങ്ങനെ പലതരത്തിലുള്ള വലിയ കാർബണെ, വലിയ ആൽക്കൈനെ നമ്മൾ ചെറുതാക്കി മാറ്റുന്നു. ഹയർ ആൽക്കൈൻസ് ഓൺ ഹീറ്റിംഗ് ടു ഹയർ ടെമ്പറേച്ചർ ഡീകമ്പോസസ് ഇൻ ടു ലോവർ ആൽക്കൈൻസ്, ആൽക്കീൻസ് എക്സെട്ര. Such a decomposition reaction into smaller fragments by the application of heat is called a pyrolysis or cracking. Decomposition reaction into smaller parts by the application of heat is called a pyrolysis or cracking. Important ആണ്. നമ്മളോട് ചോദിക്കാം ബോർഡ് എക്സാമിന് എന്താണ് പൈറോളിസിസ് അല്ലെങ്കിൽ എന്താണ് ക്രാക്കിംഗ്. എന്നിട്ട് നമ്മൾ എന്താ പറയേണ്ടത്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഇൻ ടു സ്മോളർ പാർട്സ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ്. എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഹയർ ആൽക്കൈൻസിനും. അതാണ് പൈറോളിസിസ്. Pyrolysis of alkyne is believed to be a free radical reaction. Preparation of oil gas or petrol gas from kerosene oil or petrol involved the principle of pyrolysis. അതായത് പൈറോളിസിസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് പ്രിപ്പറേഷൻ ഓഫ് ഓയിൽ ഗ്യാസ് ഓർ പെട്രോൾ ഗ്യാസ് ഫ്രം കെറസിൻ ഓയിൽ ഓർ പെട്രോൾ ഇൻവോൾവ് ദ പ്രിൻസിപ്പിൾ ഓഫ് പൈറോളിസിസ്. എക്സാമ്പിൾ ഡോഡെക്കെയ്ൻ, എ കോൺസ്റ്റന്റ് ഓഫ് കെറോസിൻ ഓയിൽ ഓൺ ഹീറ്റിംഗ് 973 കെൽവിൻ ഇൻ ദ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം. ഡോഡെക്കെയ്ൻ എന്ന് പറഞ്ഞാൽ C12, 12 കാർബൺ ഉള്ളതാണ്. അതിനെ ക്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ ഡീകമ്പോസ് ചെയ്യുന്നു. ഹെപ്റ്റൈനും പെൻറ്റൈനും അതർ പ്രൊഡക്റ്റുമായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നു. ഡോഡെക്കെയ്ൻ അത് എവിടെ നിന്നാണ്? കെറസിൻ ഓയിലിൻ്റെ ഒരു കോൺസ്റ്റന്റ് ആണ്. ഹീറ്റിംഗ് 9273 കെൽവിൻ, പ്രസൻസ് ഓഫ് പ്ലാറ്റിനം, പലേഡിയം ഓർ നിക്കൽ ഗീവ് എ മിക്സ്ചർ ഓഫ് ഹെപ്റ്റൈൻ ആൻഡ് പെൻറ്റൈൻ. ഇതാണ് ക്രാക്കിങ്ങിന് ഒരു എക്സാമ്പിൾ ആണ്. അടുത്ത ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ആൽക്കൈൻ കൺഫർമേഷൻ ആണ്. എന്താണ് കൺഫർമേഷൻ? Different arrangement of atoms that can be converted into one another by rotation about single bonds are called conformation. നമുക്കറിയാം ആൽക്കൈൻസിനകത്ത് സിംഗിൾ ബോണ്ട് ഉള്ളത് അല്ലേ? ആ സിംഗിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് അവിടെ ഡിഫറെൻറ്റ് അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വൺ അനദർ ബൈ റൊട്ടേഷൻ അബൌട്ട് സിംഗിൾ ബോണ്ട്സ് ആർ കോൾഡ് കൺഫർമേഷൻ. നമുക്കിവിടെ കാണാം ആൽക്കൈൻസിനകത്തുള്ള കാർബൺ കാർബൺ സിഗ്മ ബോണ്ട്, കാർബൺ കാർബൺ സിഗ്മ ബോണ്ടാണ്. ഇതിവിടെ നമുക്ക് അതുപോലെ കാർബൺ ഹൈഡ്രജൻ ബോണ്ട്, അങ്ങനെ പലതരത്തിലുള്ള സിഗ്മ ബോണ്ട് കാണുവാണ്. നമുക്കിവിടെ അങ്ങനെ ഡിഫറെൻറ്റ് അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വൺ അനദർ ബൈ റൊട്ടേഷൻ ഇസ് കോൾഡ് കൺഫർമേഷൻ. രണ്ട് ടൈപ്പ് കൺഫർമേഷൻ ഉണ്ട്. എക്ലിപ്സ്ഡ് കൺഫർമേഷനും സ്റ്റാഗേർഡ് കൺഫർമേഷനും മെയിൻ ആയിട്ടുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്കുള്ളതാണ് സ്ക്യൂ കൺഫർമേഷൻ. അത് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിങ്ങനെ തിരിഞ്ഞ് വരുന്നതിന് സ്ക്യൂ. എന്നിട്ട് അത് ഒരു മിനിമം മാക്സിമം എനർജി ഫോമിലുള്ളതാണ് എക്ലിപ്സും സ്റ്റാഗേർഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ്, ഇത് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആണ്. കൺഫർമേഷൻ ഓഫ് ആൽക്കൈൻ ഡീൽസ് വിത്ത് ദ ഐസോമേഴ്സ് ഓഫ് ആൽക്കൈൻ ദാറ്റ് ഫോം ഡ്യൂ ടു സ്ലൈറ്റ് ചേഞ്ചസ് ഇൻ ദെയർ സ്ട്രക്ചർ. നമുക്കിവിടെ സ്റ്റാഗേർഡും എക്ലിപ്സും എന്നൊക്കെ പറയുന്നത് പ്രത്യേകത ആർക്ക് വേണ്ടിയുള്ളതാണ്? ആൽക്കൈന് മാത്രമുള്ളതാണ് കേട്ടോ. ഇത് സിംഗിൾ ബോണ്ട് ഉള്ളത് കൊണ്ട്. In their carbon-carbon bond, the conformation starts with ethane and occurs in all alkanes higher than ethane. നമുക്ക് നോക്കാം. ഈഥൈൻ്റെ രണ്ട് ഫോമാണ് സ്റ്റാഗേർഡും എക്ലിപ്സ്ഡും. ഓക്കെ, എക്ലിപ്സ്ഡ്, സ്റ്റാഗേർഡ്. നമുക്കിത് സോഹോഴ്സ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. സോഹോഴ്സ് പ്രൊജക്ഷനാണ് ഇത്. സോഹോഴ്സ് രണ്ട് കാർബൺ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ റെഡ് ലൈൻ കാണിച്ചിരിക്കുന്നത് നമ്മൾക്ക് കാർബണിൻ്റെ ബോണ്ട്. കാർബൺ, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്. ഈ കാർബൺ കാർബൺ ബോണ്ടാണ് ഈ നമുക്ക് ഈ നീല ലൈൻ വെച്ച് കാണിച്ചിരിക്കുന്നത്. ഇതാണ് സോഹോഴ്സ് പ്രൊജക്ഷനാണ്. സോഹോഴ്സ്, എക്ലിപ്സ്ഡ്, സ്റ്റാഗേർഡ്. In this projection, the molecule is viewed along the axis of the model from an oblique angle. The central carbon-carbon bond is drawn as a straight line
Titled to write for the sake of clarity. The front carbon is shown as the lower left hand carbon and there are carbon is shown as upper right hand carbon. ഇതാണ് കാർബൺ, ഇവിടെയും കാർബൺ. ഈ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടാണ് ഈ കാണുന്നത്. നമുക്കറിയാം ഈഥെയ്ൻ C2H6 ഇതൊരു കാർബൺ, ഇത് രണ്ട് കാർബൺ, C2I അല്ലേ. H6 എന്ന് പറഞ്ഞാൽ 3 ഹൈഡ്രജൻ ഒരു ഹൈഡ്രജനിൽ നിന്ന്. അടുത്തത് ഇങ്ങനെ കാർബൺ കാർബൺ ആണ്, അത് കഴിഞ്ഞ് അടുത്ത കാർബണിൽ നിന്ന് 3 ഹൈഡ്രജൻ, എന്നാണ് C2H6 എന്ന് പറയുന്നത്. Sawhorse projection. The molecule is viewed along the molecular axis. It is then projected on paper by drawing the central carbon-carbon bond as a somewhat longer straight line. Upper end of the line is slightly tilted towards right or left hand side. The front carbon is shown at the lower end of the line, whereas the rear carbon is shown at the upper end. Each carbon has 3 lines attached to it corresponding to 3 hydrogen atoms. The lines are inclined at an angle of 120 degrees to each other. Sawhorse projection. ഇതാണ് സോഹോഴ്സ് പ്രൊജക്ഷൻ്റെ രണ്ട് ഫോമാണ്, എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും. എക്ലിപ്സ്ഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എനർജി കൂടുതലുള്ളതാണ്, അതുകൊണ്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി കുറവ്. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എനർജി കുറവുള്ളതാണ്, പക്ഷേ സ്റ്റെബിലിറ്റി കൂടുതൽ. ഓക്കെ, സ്റ്റാഗേർഡ് കൺഫർമേഷൻ നമുക്ക് നോക്കാം. ഇവിടെ സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ തുടങ്ങാം. കാർബൺ 1, ആ കാർബൺ 1നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നു, നീല ലെറ്റർ വെച്ച് 3 ഹൈഡ്രജനാണ് ഈ കാണിച്ചിരിക്കുന്നത്, അതാണ് മുമ്പിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ തൊട്ട് അടുത്ത കാർബണാണ് ഈ കാണിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ കാർബൺ, അതിൽ നിന്ന് 3 ഹൈഡ്രജൻ. ഓക്കെ, സ്റ്റാഗേർഡ് കൺഫർമേഷൻ. ഇനി ഹൈഡ്രജൻ, ഇതിൽ നിന്ന് ഒന്നാമത്തെ കാർബണിൽ രണ്ടാമത്തെ കാർബണിലെ ഹൈഡ്രജൻ ഏറ്റവും അകത്തിയാണ് അത് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഹൈഡ്രജൻ്റെ ബോണ്ടുകൾ തമ്മിലൊരു അകലമുണ്ട് അല്ലേ. ഇനി എന്താണ് എക്ലിപ്സ് എന്ന് നോക്കാം. ഇതാണ് ഒന്നാമത്തെ കാർബൺ. ആ ഒന്നാമത്തെ കാർബൺ നമ്മളൊരു ലൈനിൽ ഏറ്റവും ഫ്രണ്ട് കാർബണായിട്ടിട്ടു 3 ഹൈഡ്രജനുണ്ട്. രണ്ടാമത്തെ കാർബണെ നമ്മളിത് ഇവിടെ ലൈനായിട്ട് വെച്ചു, ആ ലൈനിൻ്റെ 3 ഹൈഡ്രജൻ. ഇവിടെ ഒരു പ്രത്യേക കാര്യം ഓർക്കണം, ഇവിടുത്തെ ഹൈഡ്രജൻ നമ്മുടെ അടുത്തായിരിക്കുന്നത്. ഒന്നാമത്തെ കാർബണിൻ്റെ ഹൈഡ്രജൻ ഇങ്ങനെ വിന്യസിച്ചപ്പോൾ ആ ഹൈഡ്രജൻ്റെ അടുത്തായിട്ടാണ് എക്ലിപ്സിൻ്റെ വന്നിരിക്കുന്നത്. ഇത് ഒരു എനർജി കൂടുതലാണ്, പക്ഷേ സ്റ്റെബിലിറ്റി കുറയുന്നു. സ്റ്റാഗേർഡ് കൺഫർമേഷനാണ് നോക്കിക്കേ. രണ്ടാമത്തെ കാർബണിൻ്റെ ഹൈഡ്രജനെ നമ്മൾ വിന്യസിച്ചിരിക്കുന്നത് എത്രയും അകലത്തിലാകുന്നു അത്രയും. ഒന്നാമത്തെ കാർബണിൻ്റെ ഹൈഡ്രജനിൽ നിന്ന് വളരെ അകലത്തിൽ തന്നെയാണ് രണ്ടാമത്തെ കാർബണിൻ്റെ ഹൈഡ്രജനെ വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ എക്ലിപ്സിനകത്ത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഹൈഡ്രജൻ്റെ അടുത്തടുത്ത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് എനർജി കൂടുതലും സ്റ്റെബിലിറ്റി അവിടെ എന്തായിട്ട് വന്നിരിക്കുന്നു, സ്റ്റെബിലിറ്റി കുറവുമായിട്ട് വന്നിരിക്കുന്നു. എക്ലിപ്സും സ്റ്റാഗേർഡും. സോഹോഴ്സ് പ്രൊജക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വ്യത്യാസം നോക്കിയാൽ സോഹോഴ്സും സ്റ്റാഗേർഡിനകത്ത്? സ്റ്റാഗേർഡിനകത്ത് 1ൻ്റെയും 2ൻ്റെയും കാർബണിൻ്റെ ഹൈഡ്രജൻ വളരെ ദൂരം അല്ലേ, ഇതിനകത്ത് അടുത്ത് വന്നിരിക്കുന്നു. ഓക്കെ, അടുത്ത കൺഫർമേഷൻ അല്ലെങ്കിൽ അടുത്ത നമ്മളെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് ന്യൂമാൻ പ്രൊജക്ഷൻ. In this projection, the molecule is viewed at the carbon-carbon bond head. രണ്ട് സർക്കിൾ ആയിട്ട് കൊടുക്കുക. The carbon atom nearer to the eye is represented by a point. 3 hydrogen atoms arranged to the in front of carbon atom are shown by 3 lines drawn at an angle of 120 degrees to each other. The rare carbon atom, ഏതാണ്? The carbon atom away from the eye is represented by a circle and 3 hydrogen atoms are shown attached to it by the shorter lines draw at an angle of 120 degrees to each other. നമുക്ക് കാണാം കേട്ടോ, ആ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് എക്ലിപ്സ്ഡും സ്റ്റാഗേർഡും. ഇവിടെ ഈഥെയ്നാണിത്. ഈഥെയ്ൻ എന്താണ്? C2H6 ഒന്നാമത്തെ കാർബൺ, ആ കാർബണിൽ നിന്ന് 3 ഹൈഡ്രജൻ. ഇനി അതിൻ്റെ അടുത്ത സർക്കിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ സർക്കിൾ കാർബണായിട്ട് എടുക്കുക, ആ സർക്കിളിൽ നിന്ന് അടുത്ത 3 ഹൈഡ്രജൻ C2H6. ഇവിടെ ഹൈഡ്രജൻ എല്ലാം ഒരു ഹൈഡ്രജൻ തൊട്ട് പുറകിലായിട്ടാണ് മറ്റേ ഹൈഡ്രജൻ വന്നിരിക്കുന്നത്. 2 കാർബണിലെ ഹൈഡ്രജനും അടുത്തടുത്തടുത്ത് വന്നിരിക്കും, തൊട്ടടുത്ത്. അവിടെ എന്താണ്? എനർജി കൂടുതൽ, സ്റ്റെബിലിറ്റി കുറവ്, അതാണ് എക്ലിപ്സ്ഡ്. ഇനി ഇവിടെ സ്റ്റാഗേർഡിനകത്ത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ആംഗിൾ ഓഫ് ടോർഷനോ ഡൈഹൈഡ്രൽ ആംഗിൾ, ഇവിടെ നല്ല ആംഗിൾ വ്യത്യാസമുണ്ട്. നടുക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കാർബണിൻ്റെ ഹൈഡ്രജൻ മറ്റേ കാർബണിൻ്റെ ഹൈഡ്രജൻ്റെ തൊട്ടടുത്തല്ല വരുന്നത്, അത് അവിടെ ഒരു മിഡിൽ. ഇവിടെ എങ്ങനെയാണ്? തൊട്ടടുത്ത് വന്നിരുന്നത്. ഇതുകൊണ്ടാണിത് എനർജി സ്റ്റെബിലിറ്റി കുറവ്, സ്റ്റാഗേർഡ് ഫോമിന് സ്റ്റെബിലിറ്റി കൂടുതൽ. ഓക്കെ, ഇത് സ്റ്റെബിലിറ്റി കൂടുതലുള്ള
ഫോമാണ് ഇത്, സ്റ്റെബിലിറ്റി കുറവുള്ള ഫോം. എക്ലിപ്സ്ഡ് കൺഫർമേഷൻ, നമുക്ക് C2H6 നീല കാർബൺ, ഒരു കാർബണാണ്. ആ കാർബണെ നമ്മൾ എടുത്തു, അതിൻ്റെ 3 ഹൈഡ്രജനെ കൊടുത്തു. അടുത്ത കാർബൺ, ആ കാർബൺ അതിൻ്റെ തൊട്ട് ഇതായിട്ട് വരച്ചു, എന്നിട്ട് അവിടെ 3 ഹൈഡ്രജൻ. ഓക്കെ, അടുത്തടുത്ത് വന്നിരിക്കുകയാണ് എക്ലിപ്സ്ഡ്, തൊട്ടടുത്തടുത്ത്. അന്നേരം എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒരു ഇലക്ട്രോണെ വേറെ ഇലക്ട്രോണെ കാണാൻ പാടില്ലെന്ന് പറഞ്ഞ പോലെ ഇത് തമ്മിൽ റിപ്പൽഷൻ അല്ലെങ്കിൽ അതിന് സ്റ്റെബിലിറ്റി കുറയുന്നു. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കാർബണാണ്. ആ 2 കാർബണിൻ്റെ ഒരു കാർബൺ, നീല കാർബൺ നമ്മൾ അതിൻ്റെ കോൺഫിഗറേഷൻ ഹൈഡ്രജൻ വരച്ചു. അടുത്ത കാർബൺ ചുമല, അത് നമ്മൾ ആ കാർബണെയാണ് നമ്മൾ ചുമല സർക്കിളായിട്ട് കാണിച്ചിരിക്കുന്നത്. 3 ഹൈഡ്രജൻ വരച്ചു. സ്റ്റാഗേർഡ് കൺഫർമേഷൻ, എന്നാൽ ഇതിൻ്റെ എത്രയും അകന്നാണ് ഹൈഡ്രജൻ, 2 കാർബണിൻ്റെ ഹൈഡ്രജൻസ് എത്ര അകലാവുന്ന അത്രയും ഇതായിട്ടിരിക്കുന്നതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമാണ് സ്റ്റാഗേർഡ് കൺഫർമേഷൻ. നമ്മളിവിടെ സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ്. അതിനെ ന്യൂമാൻ പ്രൊജക്ഷൻ, സർക്കിളായിട്ട് കാണിച്ചിരിക്കുന്ന ന്യൂമാൻ പ്രൊജക്ഷൻ. ലൈനായിട്ട് എന്തായിരുന്നു? സോഹോഴ്സ്. There are an infinite number of confirmation about any sigma bond in ethane. ഇപ്പം എക്ലിപ്സും സ്റ്റാഗേർഡും തന്നെ അല്ലാതെ എത്ര വേണമെങ്കിലും വരയ്ക്കാം നമുക്ക് ഓരോ റൊട്ടേഷൻ മാറുന്നത്. 2 particular conformers are noteworthy and have special names. In the eclipsed conformation, the carbon hydrogen bonds on the front and back carbons are aligned with each other. രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് ഫ്രണ്ട് കാർബണിൻ്റെയും ബാക്ക് കാർബണിൻ്റെയും ഹൈഡ്രജൻ അടുത്തടുത്തിരിക്കുന്ന എക്ലിപ്സിനകത്ത് വിത്ത് ഡൈഹെഡ്രൽ ആംഗിൾ ഓഫ് 0 ഡിഗ്രി. അന്നേരം എക്ലിപ്സിനകത്ത് 0 ഡിഗ്രിയാണ് അവിടുത്തെ ഡൈഹെഡ്രൽ ആംഗിൾ. നമ്മുടെ മറ്റേ സ്റ്റാഗേർഡിനകത്ത് എന്താണ്? കൂടുതലാണ് ഡൈഹെഡ്രൽ ആംഗിൾ വന്നിരിക്കുന്നത്. ഉണ്ടോ? ഇവിടുത്തെ ഡൈഹെഡ്രൽ ആംഗിൾ നല്ല വ്യത്യാസമുണ്ട്. എന്നാൽ ഇവിടെ 0 ഡിഗ്രിയാണ്, തൊട്ട് പുറകിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 ഹൈഡ്രജൻ്റെ തമ്മിലുള്ള ആംഗിൾ വ്യത്യാസം വളരെ 0 വന്നിരിക്കുന്നു. ഓക്കെ, ഇതിന് നല്ല വ്യത്യാസമുണ്ട് ആംഗിൾ, സ്റ്റാഗേർഡും എക്ലിപ്സ്ഡും. ന്യൂമാൻ പ്രൊജക്ഷനകത്ത് എക്ലിപ്സ് 0 ഡിഗ്രി കാണുന്നു. നമ്മളിവിടെ അടുത്ത സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ് ഈ കാണുന്നത്. നമുക്ക് എനർജി ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ സ്റ്റാഗേർഡിനാണ് ഏറ്റവും എനർജി കുറവ്, എക്ലിപ്സിന് ഏറ്റവും എനർജി കൂടുതൽ. തമ്മിലുള്ള വ്യത്യാസം 3 ആണ് ഉള്ളത്. പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്ന റൊട്ടേഷൻ. സ്റ്റാഗേർഡ് എനർജി കുറവ്, നല്ല സ്റ്റെബിലിറ്റി കൂടുതൽ. എക്ലിപ്സ് എനർജി കൂടുതൽ, സ്റ്റെബിലിറ്റി കുറവ്. നമ്മൾ കൺഫർമേഷനെ പഠിച്ചല്ലേ. അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു one another by rotation around a carbon-carbon single bond are called conformation. So, rotation around carbon-carbon single bond are called conformation or conformers അല്ലെങ്കിൽ rotomers എന്ന് പറയുന്നു. Alkynes can thus have infinite number of conformation by rotation around carbon-carbon single bond. However, it may be remembered that rotation around a carbon-carbon single bond is not completely free. It is small energy barrier 1 to 20 kilojoule per mole due to weak repulsive interaction between the adjacent bonds. അങ്ങനെ അവിടെ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഈസ് കോൾഡ് ടോർഷണൽ സ്ട്രെയിൻ ഉണ്ട്. ടോർഷണൽ സ്ട്രെയിൻ എന്താണ്? ടോർഷണൽ സ്ട്രെയിൻ റൊട്ടേഷൻ അറൗണ്ട് എ കാർബൺ സിംഗിൾ ബോണ്ട് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫ്രീ. നമ്മൾ ഓർക്കും കാർബൺ സിംഗിൾ ബോണ്ട് ആണ്, അതുകൊണ്ടാണ് നല്ലപോലെ റൊട്ടേറ്റ് ചെയ്യുന്നത്. എന്നാൽ അത് നോട്ട് ഫ്രീ, കംപ്ലീറ്റ്ലി ഫ്രീ അല്ല. It is hindered by a small energy barrier ഉണ്ട്. എനർജി ബാരിയർ 1 to 20 kilojoule per mole ആണ് ഡ്യൂ ടു വീക്ക് റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് ബോൺസ്. അങ്ങനെയുള്ള റിപ്പൾസീവ് ഇൻട്രാക്ഷനാണ് ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ടോർഷണൽ സ്ട്രെയിൻ ഉണ്ടാകുന്നു. The energy required to rotate the ethane molecule about the carbon bond is called torsional energy. ഒരു പുതിയ എനർജിയാണ് ടോർഷണൽ എനർജി. എവിടെയാണ് വരുന്നത്? The energy required to rotate the ethane molecule about the carbon single bond. The relative instability of the eclipsed conformation or any of intermediate skew conformation as being due to torsional strain. Torsional strain വെച്ച് അതിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് പറയാൻ സാധിക്കും. Magnitude of torsional strain depends upon the angle of rotation about carbon bond. This angle is called a dihedral angle or torsional angle. Of all the conformations of ethane, the staggered form has the least torsional strain. ഏറ്റവും ലീസ്റ്റ് കുറവുള്ള ടോർഷണൽ സ്ട്രെയിൻ ഉള്ളതാണ് സ്റ്റാഗേർഡ്. And the eclipsed form the maximum torsional strain. Therefore, as with ethane, staggered conformation have lower torsional energy and hence more stable than eclipsed conformation. ആർക്കാണ് കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളതെന്ന് ചോദിച്ചാൽ സ്റ്റാഗേർഡിനാണുള്ളത്. എന്താണ് കാരണം? സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഹാവ് ലോവർ ടോർഷണൽ എനർജി ആൻഡ് ഹെൻസ് ആർ മോർ സ്റ്റേബിൾ ദാൻ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ചോദിക്കാം, എക്ലിപ്സ്ഡിനാണോ
സ്റ്റാഗേർഡ് കൺഫർമേഷനാണ് കൂടുതൽ സ്റ്റെബിലിറ്റി. ഇത് നമ്മൾ എന്താ പറയേണ്ടത്? സ്റ്റാഗേർഡ് കൺഫർമേഷനാണ് കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. നമ്മളിപ്പം പഠിച്ചത് കൺഫർമേഷൻ ഓഫ് ആൽക്കൈൻ ആണ്. സോഹോഴ്സ് റെപ്രസെൻറ്റേഷൻ എന്താണ്? സോഹോഴ്സ് റെപ്രസെൻറ്റ് എക്ലിപ്സ്ഡ് ഫോം, സ്റ്റാഗേർഡ് ഫോം. ഇത് വരയ്ക്കാൻ ചോദിക്കും കേട്ടോ, പടം വരയ്ക്കാൻ ബോർഡ് എക്സാമിൽ ചോദിക്കുന്നതാണ്. സോഹോഴ്സും ന്യൂമാനും അന്നേരം തെറ്റിച്ച് കളയരുത്. സോഹോഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൈൻ വര ഒരു കമ്പ് പോലെ ഇരിക്കുന്നതെന്ന് ഓർക്കുക. ന്യൂമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വട്ടത്തിൽ സർക്കിൾ എന്ന് ഓർക്കുക. ഇനി ഇതിനെ സോഹോഴ്സിനകത്ത് എക്ലിപ്സ്ഡും ഉണ്ട് സ്റ്റാഗേർഡും ഉണ്ട്. എക്ലിപ്സ്ഡിൻ്റെ വ്യത്യാസം നോക്കുക. 2 കാർബണിൻ്റെയും ഹൈഡ്രജൻ അടുത്തടുത്ത് വരുന്നു. സ്റ്റാഗേർഡിനകത്ത് 2 കാർബണിൻ്റെയും ഹൈഡ്രജൻ എത്ര പോകാം മാക്സിമം മാറ്റാവോ അത്രയും മാറ്റി വെച്ചിരിക്കുന്നു. ഓക്കെ. ഈ ന്യൂമാൻ പ്രൊജക്ഷനകത്ത് എക്ലിപ്സ്ഡ് എന്ന് പറഞ്ഞാൽ 2 കാർബണിൻ്റെയും ഹൈഡ്രജനായിട്ട് തൊട്ടടുത്തടുത്ത് വന്നിരിക്കുന്നു അല്ലേ. എന്നാൽ സ്റ്റാഗേർഡ് ഫോമിനകത്ത് അത് മാക്സിമം എത്രയും മാറാവുന്നോ അത്രയും മാറ്റിയാണ് ഹൈഡ്രജൻ വന്നിരിക്കുന്നത്. അതാണ് സ്റ്റാഗേർഡ് മോസ്റ്റ് സ്റ്റേബിൾ ഫോം. രണ്ടിടത്തും മോസ്റ്റ് സ്റ്റേബിൾ ആണ് സ്റ്റാഗേർഡ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ആൽക്കൈൻസിനെ പറ്റിയാണ് പഠിച്ചത്. ആൽക്കൈൻസിൻ്റെ കമ്പഷൻ, അതുപോലെ തന്നെ ജനറൽ ഫോർമുല CnH2n+2 ആണ്. ആൽക്കൈൻസിൻ്റെ പേര് ആൽക്കൈൻസ് കൺസിസ്റ്റ് ഓഫ് പെട്രോളിയം. പെട്രോളിയത്തിൽ നിന്ന് നമുക്ക് ആൽക്കൈൻസ് ലഭ്യമാകുന്നു. പിന്നെ അതുപോലെ തന്നെ ആൽക്കൈൻസ് ഒരു ഫ്യൂവൽസ് ആയിട്ട് ഉപയോഗിക്കുന്നു. പെട്രോളിയവും നമുക്ക് ഇറ്റ് ഈസ് സോഴ്സ് ഓഫ് ഫ്യൂവൽസ്. അങ്ങനെ പലതരത്തിലുള്ള റിയാക്ഷൻസ് നമ്മൾ കണ്ടു. ഇത് ഹോമോലോഗസ് സീരീസ് ആണ് ആൽക്കൈൻസ്. ഇതെല്ലാം കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ആൽക്കൈൻസിൻ്റെ കൺഫർമേഷനാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.